പ്രിയ രക്ഷിതാക്കളെ, കുട്ടികൾ കഥകൾ കേട്ട് വളരട്ടെ. കഥകൾ കേൾക്കുന്നതിലൂടെ അവരുടെ സങ്കല്പലോകം വളരെ വലുതാകും. വിശാലമായി ചിന്തിക്കാൻ അവർക്ക് അവസരം ലഭിക്കും. ആ കഥയിൽ ഒരു നന്മയോ ധർമ്മമോ ഉണ്ടായിരിക്കുകയും വേണം. നമ്മുടെ കഥയിലെ കശ്യപും അപ്പൂപ്പനും ഇന്ന് പുഴയിൽ കുളിക്കാനായി പോയി. പുഴയിലെ കുളി കച്ചുവിന് ഏറെ പ്രിയമാണ്. വേനൽ ആയതിനാൽ വെള്ളം കുറവാണ്. മുങ്ങിക്കുളിക്കാൻ വേണ്ടത്ര വെള്ളം ഇല്ലാത്തതിനാൽ കുറച്ച് ആളുകൾ ചേർന്ന് പുഴയുടെ അടുത്ത് തന്നെ കരയിൽ 2-3 കുഴികളെടുത്തിട്ടുണ്ട്. അതിൽ നിറയുന്ന ചെളി വെള്ളം കോരിക്കളഞ്ഞാൽ നല്ല ശുദ്ധമായ വെള്ളം കിട്ടും. കച്ചുവും അപ്പൂപ്പനും ബക്കറ്റും മഗ്ഗും കൊണ്ടുവന്നിട്ടുണ്ട്. അവർ കുഴിയിൽ നിന്ന് വെള്ളം കോരി ബക്കറ്റിൽ ഒഴിച്ചു. ശേഷം മഗ്ഗ് ഉപയോഗിച്ച് കുളിക്കാൻ തുടങ്ങി. നല്ല തണുപ്പുള്ള വെള്ളം. കച്ചുവിൻ്റെ ഇഷ്ടാനുസരണം കുളി കഴിഞ്ഞു. അപ്പൂപ്പനും കുളിച്ചു. കുളിക്ക് ശേഷം അവർ ചാഞ്ഞു കിടന്ന പിന്നമരത്തിൻ്റെ കൊമ്പിലിരുന്നു. അതിൽ നിറയെ പിന്നയ്ക്കകളും ഉണ്ടായിരുന്നു. കച്ചുവും അപ്പൂപ്പനും കുറച്ച് പിന്നയ്ക്കകൾ പറിച്ച് ബക്കറ്റിലും മഗ്ഗിലുമൊക്കെ ഇട്ടു. വീട്ടിൽ കൊണ്ടുപോയി കളിക്കാൻ വേണ്ടിയിട്ടാണ് കച്ചു ഈ പിന്നയ്ക്കകൾ ശേഖരിച്ചത്. കച്ചുവിന് അപ്പൂപ്പൻ വിറകുവെട്ടുകാരൻ്റെ കഥ പറഞ്ഞു കൊടുത്തു. ജലദേവത സ്വർണ്ണക്കോടാലി കൊടുത്ത കഥയാണ് ഇന്ന് അപ്പൂപ്പൻ കച്ചുവിനോട് പറഞ്ഞത്. അപ്പൂപ്പൻ കഥ പറഞ്ഞു തുടങ്ങി. ഒരിടത്ത് ശംഭു എന്ന പേരായ വിറക് വെട്ടുകാരൻ ഉണ്ടായിരുന്നു. അയാൾ ദിവസവും വിറക് വെട്ടി നഗരങ്ങളിൽ പോയി വിറ്റാണ് ജീവിച്ചിരുന്നത്. കോടാലിയാണ് ശംഭുവിൻ്റെ ആയുധം. ഉണങ്ങിയ മരങ്ങളെ മാത്രമേ ശംഭു വിറകുകൾ ആക്കിയിരുന്നുള്ളൂ. കാട്ടിൽ ധാരാളം ഉണങ്ങിയ വിറകുകൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ നദിക്കരയിലെ ഒരു മരത്തിൻ്റെ കൊമ്പ് ഉണങ്ങി നിൽക്കുന്നത് ശംഭു കണ്ടു. അയാൾ അത് വെട്ടി തുടങ്ങി. പെട്ടെന്ന് തൻ്റെ കോടാലി ആ നദിയിൽ വീണുപോയി. ശംഭു എത്ര നോക്കിയിട്ടും ആ കോടാലി കിട്ടിയില്ല. അവൻ ദേവിയോടായി പ്രാർത്ഥിച്ചു. ജലദേവതേ, എൻ്റെ കോടാലി എനിക്ക് തന്നെ തിരിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ പുഴയിൽ തപ്പി. പക്ഷേ ശംഭുവിൻ്റെ കോടാലി കിട്ടിയില്ല. ഉടനെ ജലദേവത അവന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു സ്വർണ്ണ കോടാലിയുമായാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇതാ നിൻ്റെ കളഞ്ഞുപോയ കോടാലി, ഇത് സ്വർണ്ണ കോടാലിയാണ്. ശംഭു പറഞ്ഞു, ഇത് എൻ്റെ അല്ല, അത് ഇരുമ്പ് കോടാലിയാണ് എൻ്റേത്, എനിക്കിത് വേണ്ട. ജലദേവത അപ്രത്യക്ഷമായി. കുറച്ചു കഴിഞ്ഞ് ഒരു വെള്ളി കോടാലിയുമായി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇതെടുത്തോളൂ, നിൻ്റെ കോടാലി. അപ്പോഴും ശംഭു പറഞ്ഞു, ഇതെൻ്റെ അല്ല, എൻ്റേത് ഒരു ഇരുമ്പിലെ കോടാലിയാണ്. വീണ്ടും ജലദേവത അപ്രത്യക്ഷമായി. കുറച്ചു കഴിഞ്ഞ് സ്വർണ്ണ കോടാലിയും വെള്ളിക്കോടാലിയും ശംഭുവിൻ്റെ ഇരുമ്പ് കോടാലിയുമായി ജലദേവത പ്രത്യക്ഷപ്പെട്ടു. ഇത് നിൻ്റെ കളഞ്ഞുപോയ ഇരുമ്പ് കോടാലിക്ക് ഒപ്പം ഈ കോടാലികളും കൂടെ വച്ചോളൂ. ഇത് വിറ്റാൽ നിനക്ക് ധാരാളം പണം കിട്ടും. അപ്പോൾ നിൻ്റെ ദാരിദ്ര്യം മാറുകയും ചെയ്യും. നിൻ്റെ സത്യസന്ധതയ്ക്കുള്ള സമ്മാനമാണിത്. സ്വർണ്ണ കോടാലിയും വെള്ളിക്കോടാലിയും വിറ്റ് ശംഭുവിന് ധാരാളം പണം ലഭിച്ചു. എന്നാലും അവൻ സത്യസന്ധമായി തൻ്റെ ഇരുമ്പ് കോടാലിയുമായി ഉണങ്ങിയ വിറക് സത്യസന്ധമായി തൻ്റെ ഇരുമ്പ് കോടാലിയുമായി ഉണങ്ങിയ വിറകുകൾ വെട്ടി അവൻ ജീവിതം തുടർന്നു.